إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ലോകരക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അവനേറെ ഇഷ്ടപ്പെടുന്ന ദാസരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകനും സ്വഹാബത്തും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം. ആ സമയത്ത് സഹാബാക്കളുടെ ഇടയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറാഖ് എന്ന മരത്തിൻ്റെ മുകളിലേക്ക് കയറി. അദ്ദേഹം ആ മരത്തിലേക്ക് കയറി ഒരു ശിഖരത്തിൽ ചവിട്ടി നിൽക്കുന്നതിനിടയിൽ ഒരു കാറ്റടിച്ചു. കാറ്റടിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം ധരിച്ചിരുന്ന ഉടുതുണി ഒരൽപ്പം കാലിൽ നിന്ന് മുകളിലേക്ക് പൊന്തിപ്പോയി, പാറി. ഇത് കണ്ട സ്വഹാബാക്കൾ ചിരിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദേഷ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി ആ സ്വഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ കാലുകൾ കണ്ടിട്ടാണോ നിങ്ങൾ ചിരിച്ചത് എന്ന് ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ജബലി ഉഹദ്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. മീസാനിൽ, പരലോകത്തെ ത്രാസിൽ ഉഹുദ് മലയേക്കാൾ കനമുള്ളതാണ് ആ കാലുകൾ എന്നുള്ളത്. നേരിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ആ സ്വഹാബാക്കളെ വിഷമിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും പറ്റാത്ത പേരുകൾ പ്രയോഗിച്ചിട്ടില്ല. മറിച്ച് ഒരു ചിരി മാത്രം അവിടുന്ന് വന്നപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉണർത്തുകയാണ്. നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന രീതിയിൽ. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് നമ്മുടെ നാട്. ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിപ്പുകൾ സ്വാഭാവികമാണ്. എന്നാൽ വിയോജിപ്പുകൾ വ്യക്തിഹത്യയിലേക്കും പരിഹാസത്തിലേക്കും
ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്കും വഴിമാറുന്ന അപകടകരമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഇസ്ലാമിക അതിർവരമ്പുകൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ നമ്മൾ അടക്കി നിർത്തേണ്ടതുണ്ട് എന്നുള്ളത്. നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി ചിരിക്കരുതെന്നോ അല്ലെങ്കിൽ തമാശകൾ പറയരുതെന്നോ എന്നുമല്ല അർത്ഥം. അവൻ ചിരിക്കാൻ പാടില്ല, അതുപോലെ തമാശകൾ പറയാൻ പാടില്ല, ഗൗരവത്തോടു കൂടി ജീവിതകാലം മുഴുവൻ അവൻ ജീവിച്ചു തീർക്കണം എന്നതല്ല ഇസ്ലാം സൂചിപ്പിക്കുന്നത്. കളവുകൾ കടന്നു വരാത്ത തമാശകളും നോവിക്കാത്ത രസങ്ങളും പറയാമെന്നുള്ളതാണ്. ഉദാഹരണമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത് യാ ദൽ ഉദ്നൈൻ എന്നാണ്. ഇരു ചെവിയുള്ളവരെ, രണ്ട് ചെവിയുള്ളവരെ. അത് കളവല്ല, അതൊരു സത്യമാണ്. രണ്ട് ചെവി അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നില്ല. യാ ദൽ ഉദ്നൈൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ പള്ളിയിൽ കിടക്കുകയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പ്രവാചകൻ ചെന്നു. പ്രവാചകൻ ചെല്ലുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കിടക്കുകയായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തട്ടം തലയിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മണ്ണ് പിടിച്ചിട്ടുണ്ട്. പള്ളിയിൽ, അന്നത്തെ കാലത്തുള്ള പള്ളിയെ കുറിച്ച് നമുക്കറിയാം, മണ്ണ് പിടിച്ചിട്ടുണ്ട്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത് ഖും അബാ തുറാബ് എന്നുള്ളതാണ്. മണ്ണിന്റെ പിതാവെ, താങ്കൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതും അലി റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമില്ലാത്തതോ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതോ ആയ ഒരു വിളിയല്ല, പരിഹാസം പോലെയല്ല. മറിച്ച് വളരെ ഇഷ്ടത്തോടു കൂടി തന്റെ സ്നേഹിതരെ വിളിക്കുന്ന ഒരു വിളിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബാക്കളെ വിളിച്ചത്. അത് അവരെ നോവിക്കില്ല, വിളിക്കുന്നവരെ അത് വിഷമിപ്പിക്കില്ല. പക്ഷേ പരിഹാസ വാക്കുകൾ നമ്മുടെ സ്നേഹിതനെ, നമ്മുടെ സഹോദരനെ വേദനിപ്പിച്ചേക്കാം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം. നിങ്ങൾ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. അസാ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങളെക്കാൾ നല്ലവരായേക്കാം നിങ്ങൾ പരിഹസിക്കുന്ന ആൾക്കാർ. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത്. നിങ്ങളെക്കാൾ നിങ്ങൾ കുത്തുവാക്ക് പറയുന്ന, പരിഹാസ പേരുകൾ വിളിക്കുന്ന, രണ്ടാം പേര് വിളിച്ച് അപമാനിക്കുന്ന ആൾക്കാർ നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം. പ്രവാചകൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു വിശ്വാസി അവൻ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം അധാർമികമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതും അല്ലെങ്കിൽ ആ രീതി കൈക്കൊണ്ടത് എത്ര മോശമാണ് എന്നുള്ളതാണ്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. വല്ലവന് പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. 4 തരം പരിഹാസങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കണം. 4 തരം പരിഹാസങ്ങൾ. ഒന്ന് ലാ യസ്ഹർ എന്നുള്ളതാണ്. പരസ്പരം നിങ്ങൾ പരിഹസിക്കരുത്. ഒരാളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അയാളുടെ ന്യൂനതകൾ അല്ലെങ്കിൽ കുറവുകൾ എടുത്തുകാട്ടി പരിഹസിക്കുക. അതിനെയാണ് അസ്സുഖരിയ എന്ന് പറയുന്നത്. ഒരാളുടെ കുറവ്, അയാൾക്ക് കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിരിക്കാം, അത് എടുത്തുകൊണ്ട് അയാളെ പരിഹസിക്കുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ ചെന്നിരിക്കുന്ന അങ്ങാടികളാകട്ടെ, മറ്റു സ്ഥലങ്ങളാകട്ടെ, അവിടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകൾ അത് തങ്ങളുടെ സഹോദരനെ വേദനിപ്പിക്കുന്ന വാക്കായിരിക്കാം. നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് ഒന്നാമതായിക്കൊണ്ട് ലാ യസ്ഹർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. രണ്ടാമത് വലാ തൽമിസു അൻഫുസകും. കുത്തുവാക്കുകൾ പറയരുത്. ലുമസ എന്ന് പറഞ്ഞാൽ കുത്തുവാക്ക് പറയാന്ന, ഒരുത്തനെ വേദനിപ്പിക്കുക. അവൻ ഏത് രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത് എന്നോ നമ്മൾ പറയുന്നത് ഏത് രീതിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് എന്ന് ഉൾക്കൊള്ളാതെ നേരിട്ട് കുത്തുവാക്കുകൾ
പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനെ വേദനിപ്പിക്കുന്ന ആൾക്കാർ, അത് ശരിയല്ല, തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ. വലാ തനാബസു ബിൽ അൽഖാബ്, മറ്റൊന്ന് പരിഹാസപ്പേര്. അൽഖാബ് ലഖബുകളാണ്, ചില വിളിപ്പേരുകളുണ്ട് ആൾക്കാർക്ക്, ചില വിളിപ്പേരുകളാണ്. അയാൾക്കത് ഇഷ്ടാവൂല, പക്ഷെ നമ്മളത് വിളിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നത് ആ പേരില, ആളുകൾക്കിടയിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് ആ പേരില. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഇത്തരത്തിലുള്ള നിക്ക് നെയിമുകൾ, പരിഹാസ പേരുകൾ വിളിക്കുക, ഇതൊക്കെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ചില പരിഹാസങ്ങളാണ്. ചിലർക്ക് വിളിപ്പേരുണ്ടാകും, ചിലപ്പോൾ ചില ഷോർട്ട് നെയിമുകളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പേരായിരിക്കാം. പക്ഷെ അയാൾക്ക് വിളിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധം ഉണ്ടാവില്ല, ഒരുപക്ഷെ അയാൾക്ക് ഇഷ്ടമായിരിക്കാം. അങ്ങനത്തെ പേരുകളുണ്ട്. അയാൾക്ക് പ്രയാസമാണോ ഇഷ്ടമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരുത്തനെ പരിഹസിക്കാനും കുത്തുവാക്ക് പറയാനും നമുക്കാരും ലൈസൻസ് തന്നിട്ടില്ല. മറിച്ച് നമ്മൾ വളരെ നല്ല രീതിയിലാണ് തൻ്റെ സഹോദരനോട് വർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. സൂറത്ത് ഹുമസയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈലിൽ കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം എന്നുള്ളതാണ്. അതിൽ ഹുമസ എന്ന പദത്തെ വിളിച്ചു എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, കണ്ണിറക്കി കാണിക്കുകയോ ആംഗ്യം കാണിച്ചോ മറ്റുള്ളവരുടെ പിന്നിലൂടെയുള്ള പരിഹാസം, അതാണത്രേ ഹുമസ എന്ന് പറഞ്ഞ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മുന്നിലൂടെ നമ്മൾ നടന്നു പോകുന്നതിനിടയിൽ നമ്മൾ മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ സഹോദരനെ കുറിച്ച് കണ്ണിറക്കി കാണിക്കുന്നുണ്ട് എങ്കിൽ, ആംഗ്യത്തോടു കൂടി ആംഗ്യം ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഹുമസയാണ്. അവനെ അവഹേളിക്കുന്ന, അവനെ കുത്തിപ്പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗൗരവത്തിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനെ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല സന്ദർഭങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള പേരുകൾ നമ്മുടെ സഹോദരങ്ങളെ വിളിച്ചിട്ടുണ്ടാകില്ലേ? ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായും വിമർശനങ്ങൾ വേണ്ടി വന്നേക്കാം. നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഗുണകാംക്ഷയോടുകൂടി അവരെ ഉപദേശിക്കാം. പക്ഷേ വ്യക്തിഹത്യകളോ പരദൂഷണമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ദിനേന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ വല്ലാത്ത മൂർച്ചയുണ്ട്, വല്ലാത്ത രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും എന്തും പറയാം, അതിൽ ധാർമ്മികതയൊന്നുമില്ല, അതിൽ സത്യമേത് അസത്യമേത് എന്ന ഒരു വേർതിരിവ് പോലുമില്ല. എന്തും പറയാം, എന്തും പറയാം, ആരെക്കുറിച്ചും എന്തും തന്നെ പറയാം, അതിനെന്ത് തെളിവും ആവശ്യമില്ല. തോന്നിയതുപോലെ വിളിച്ചു പറയും. ആ മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ ഇകഴ്ത്താൻ കഴിയുന്നുണ്ടോ ആ രീതിയിലൊക്കെ ഇകഴ്ത്താം, അല്ലേ? ചില ആൾക്കാർ നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. ഇലക്ഷന് മുൻപ്, തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ നമ്മുടെ കൂടെ നടന്നിരുന്ന, സംസാരിച്ചിരുന്ന, വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന നമ്മുടെ സഹോദരനാണ്. ഇലക്ഷൻ ആയപ്പോൾ അവനെ നമ്മൾ മാറ്റി നിർത്തുക. കാരണം എതിർ പാർട്ടിക്കാരനാണ്. അതുകൊണ്ട് അവന് വേണ്ട എന്ന് ചിന്ത വരുന്ന ആൾക്കാർ. എങ്ങനെയാ സഹോദരങ്ങൾ ഈ രീതിയിലേക്ക് നമ്മൾ മുസ്ലിങ്ങളായ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്ന ആൾക്കാർ അവനെ കുറിച്ച് കുറ്റം പറയാ, അത് കൂടിയിരുന്ന് രസിക്കുക? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രസിച്ചിരുന്ന എങ്ങനെയാ? ജാഹിലിയ്യ കാലഘട്ടത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കൾ പൊട്ടിച്ചിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം പുഞ്ചിരി തൂകുമെന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന മാർഗവും നമ്മൾ പിൻപറ്റുന്ന മാർഗവും എവിടെയാണ്, ഏതാണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗീബത്തും നമീമത്തും നമ്മെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗീബത്ത് എന്ന് പറഞ്ഞെന്താ? ഒരാളില്ലാത്തപ്പോ അയാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു യഥാർത്ഥ കാര്യം പറയില്ല. കളവ് പറയാന്നുള്ളതല്ല കേട്ടോ, കളവ് പറയാന്നുള്ളതല്ല, ഉള്ള കാര്യം. എൻ്റെ കുറവ് അത് എനിക്കറിയാം, എൻ്റെ ആ കുറവ് എൻ്റെ കൂട്ടുകാർക്കും അറിയാം. അവരത് എൻ്റെ അഭാവത്തിൽ, ഞാനില്ലാത്ത സമയത്ത് ഞാനറിയാത്ത അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കാർക്ക് മുന്നിൽ എൻ്റെ കുറവിനെ അവർ പറഞ്ഞു കൊടുക്കുക അവർക്ക്. അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി പറയുന്നതിനെ കുറിച്ചല്ല, യഥാർത്ഥ കാര്യം. അവന്റെ കുറവാണ്, അവന്റെ ന്യൂനതയാണ്, അവന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം ന്യൂനതയുള്ളതായിരിക്കാം, അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം, അവന്റെ
ദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, അത് സത്യമായിരിക്കാം, അത് സത്യമാണ്. പക്ഷേ അത് പറയുന്നതാണ് ഗീബത്ത് എന്നാണ് നമ്മൾ ധരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറയുന്നതല്ല, ഉള്ളത് പറയാം. എങ്ങനെ? അവനില്ലാത്ത സമയത്ത് അവനെ കുറിച്ച് പറയുന്നതാണ് ഗീബത്ത്. അവന്റെ യഥാർത്ഥ കാര്യം പറയുന്നതാണ് ഗീബത്ത്. വലിയ തെറ്റാണ് എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. മറ്റൊന്ന് നമീമത്താണ്. അത് ആളുകൾക്കിടയിലുള്ള ബന്ധം തകർക്കാൻ ഉറച്ച് ആ ഉദ്ദേശത്തോടു കൂടി ഒരാൾ പറഞ്ഞ വാക്ക് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് നുണയാകാം, ഉഹ്താനാവാം, അത് നുണയാവാം, അല്ലെങ്കിൽ പരദൂഷണം തന്നെയാകാം. പക്ഷേ അതിന്റെ ലക്ഷ്യം കുഴപ്പമുണ്ടാക്കലാണ്, ഫിത്ന ഉണ്ടാക്കലാണ്. അതിന്റെ ലക്ഷ്യം ഫിത്ന ഉണ്ടാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗീബത്ത് എവിടെ കിടക്കുന്നു, നമീമത്ത് എവിടെ കിടക്കും? ഗീബത്ത് ഉള്ള കാര്യം പറയലാണ്, അപ്പൊ അതിന്റെ അഭാവത്തിൽ പറയുകയാണെങ്കിൽ നമീമത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പറയാം. അതൊരു കളവാകാം, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാകാം, എന്തോ ആകാം. പക്ഷെ അതിന്റെ ലക്ഷ്യം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമുണ്ടാക്കലാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, നമുക്ക് ഏതെങ്കിലും പാർട്ടിയോട് മമതയുണ്ടായിരിക്കാം, നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ അവരോട് ഒരു ചേർച്ചയുണ്ടായിരിക്കാം, അനുഭവം ഉണ്ടായിരിക്കാം, നിൽക്കട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ ആത്യന്തികമായി ഈ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല, മറിച്ച് അനന്തമായ ഒരു കാലമുണ്ട്, എന്നെന്നും അവശേഷിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അവിടെ ആ പരലോകത്ത് വിജയിയായി വരാൻ, വിജയിച്ചവനായി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം. കാരണം നമ്മൾ മുസ്ലിമാണ്. ഈ 5 വർഷത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല നമ്മൾ. ഈ 5 വർഷത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ നോക്കുന്നതല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ മനുഷ്യന്റെ അവന്റെ ഹിസാബി എടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇതൊക്കെ നമുക്കെതിരായി വരുന്ന, അവിടെ ഗീബത്തും നമീമത്തും അതേപോലെ ഹുമസയും ഒക്കെ നമുക്കെതിരെ വരും. അൽഖാബുകളടക്കം നമ്മുടെ ഗ്രന്ഥത്തിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും എന്നുള്ളത് കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പരിഹസിക്കാൻ നിൽക്കണ്ട, ആരെയും പരിഹസിക്കണ്ട. നമ്മുടെ കുറവുകൾ അത് കുറവുകളായിട്ട് തന്നെ നിൽക്കട്ടെ. നമുക്കറിയുന്ന മറ്റുള്ളവരുടെ കുറവുകൾ, ന്യൂനതകൾ അത് മറച്ചു വെക്കട്ടെ, നമ്മൾ തന്നെ മറച്ചു വെക്കട്ടെ. എങ്കിൽ പരലോകത്ത് അല്ലാഹ് അത് മറച്ചു വെക്കും. നമ്മളെ ന്യൂനത പടച്ചോ മറച്ചു വെക്കും. അതിനുവേണ്ടി തയ്യാറാവുക. അതേപോലെ തന്നെ പരിഹാസം പോലെ മറ്റു ഗൗരവമേറിയ മറ്റു ചില തിന്മകളുണ്ട്, അനാവശ്യമായ തർക്കങ്ങൾ. പ്രവാചകൻ പറയാം, തന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വരയിൽ ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് പ്രവാചകൻ പറയാം. നോക്കൂ നിങ്ങളെ, തർക്കമുള്ള ആള്, തന്റെ ഭാഗത്ത് ന്യായമുണ്ട്, പക്ഷേ ഞാനിവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോരുന്നുണ്ടല്ലോ, അവന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന് ഞാൻ ഉറപ്പ് നൽകുകയാണ്, സ്വർഗത്തിന്റെ താഴ്വരത്തിൽ അവനൊരു വീടുണ്ടാക്കി കൊടുക്കും, വീടുണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. സഹോദരന്മാരെ, ഒരു വാക്കിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകേണ്ടതാണ് നമ്മുടെ സ്വർഗം. ചില സംസാരത്തിന്റെ പേരിൽ നശിച്ചു പോകേണ്ടതാണ് നമ്മുടെ പരലോക ജീവിതം. അല്ല, മാറ്റം വരണം. നമ്മൾ ജീവിക്കുക. ഇത് ആത്യന്തികമായ ജീവിതമൊന്നുമല്ലല്ലോ. ഇതിന്റെ ശേഷമുള്ള യഥാർത്ഥ ജീവിതം നമുക്ക് വരാൻ കിടക്കല്ലേ. നമ്മുടെ മുൻകഴിഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ പോയ അതേ മണ്ണിലേക്ക്, അതേ സ്ഥലത്തേക്ക് നമുക്കും പോകാനുള്ളതല്ലേ. അതുകൊണ്ട് ഈ പിണക്കവും പകയും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. അവർക്ക് പാപമോചനം പോലെ ലഭിക്കില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകും. പക്ഷേ ഒരാൾക്കൊഴിച്ച്, ആരാണ്? പ്രവാചകൻ പറയാണ്, തെറ്റ് തീർത്ത് നന്നാവുന്നത് വരെ 2 പേർക്കും അള്ളാഹു വിടാൻ കൊടുക്കൂല എന്നാ. തന്റെ സഹോദരന്മാർക്കിടയിൽ തർക്കത്തിലുണ്ടായി, 2 സഹോദരന്മാർക്കിടയിൽ തർക്കത്തിലുണ്ടായി. ആ തർക്കം, ആ പിണക്കമുള്ളൊരു വ്യക്തി ഒഴിച്ച് ബാക്കി പറയപ്പെടുന്നത്, തന്റെ തെറ്റ് തീർത്ത് നന്നാവുന്നത് വരെ ഈ
രണ്ടു പേർക്കും ഇടം കൊടുക്കൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്താണ്? വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവന് സ്വർഗത്തിൽ ഇടം കിട്ടും, ഇരിപ്പിടം കിട്ടും. പക്ഷേ തൻ്റെ സഹോദരമായി തർക്കത്തിലുള്ളവന് ആ തർക്കം തീരുന്നത് വരെ അവന് ആ സ്വർഗം നിഷിദ്ധമാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗം തുറക്കപ്പെടുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളാണ്, മുവഹിദാണ്, തൗഹീദ് മനസ്സിലാക്കി ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ തൻ്റെ സഹോദരനോട് തെറ്റിലാണ് എങ്കിൽ അവന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് മാറി മറിയുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ബന്ധങ്ങൾ കുറിക്കുന്ന ആൾക്കാരായി നമ്മൾ മാറരുത്. അത് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയാണ്. ദീനിനെ ബലി കൊടുത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പുറകെ ഓടുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറരുത്. തിരഞ്ഞെടുപ്പിലെ ഇസ്ലാമിക ചിട്ടകൾ നമ്മൾ പാലിക്കണം കൃത്യമായി. അത് ഒന്ന്, ഇബാദത്തുകൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. ഇലക്ഷന്റെ പ്രചരണമോ മറ്റോ പേരിൽ നമസ്കാരം ഉപേക്ഷിക്കാൻ ഇടവരുത്തരുത്. ഇലക്ഷൻ എന്നല്ല, വിവാഹം അതുപോലെയുള്ള മറ്റു പരിപാടികൾ, ഇതിലൊക്കെ നിസ്കാരത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നതായിട്ട് കാണും. അതുണ്ടാകരുത്. ഇബാദത്തുകൾക്ക് പൂർണ്ണമായ ഒരു മുൻഗണന നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ ഇടപഴകൽ, സ്വാഭാവികമായും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് വേദികൾ പങ്കിടേണ്ടി വരും. രാഷ്ട്രീയമാണ്, വേദികൾ പങ്കിടേണ്ടി വരും. അങ്ങനെ ചില സമയം വരുമ്പോൾ അവിടെ ഇസ്ലാമിക മര്യാദകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. അന്യപുരുഷനും സ്ത്രീയും ഹസ്തദാനം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി വിലക്കിയിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് തന്നെ പറയുന്നത്. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ തൊടുന്നതിനേക്കാൾ ഒരാൾക്ക് നല്ലത് തൻ്റെ തലയിൽ ഇരുമ്പിന്റെ സൂചി കൊണ്ട് കുത്തപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു ആണി എടുത്തിട്ട് തലയിൽ അടിക്കുന്നതാണ് അതിനേക്കാൾ ഉത്തമം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഇതൊക്കെ പാലിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ദീനിനെ കൊണ്ടുപോയി, മതത്തെ കൊണ്ടുപോയി അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ജീവിത നിലവാരത്തിൽ ദീനിനെയും കൊണ്ടുപോയിട്ട് ഞങ്ങൾ ജീവിക്കൂ എന്ന തീരുമാനം എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. വേഷവിധാനത്തിൽ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറക്കേണ്ടുന്ന ഭാഗങ്ങൾ മറക്കാതെ, മാന്യമായ വസ്ത്രധാരണം നടത്താതെ, അള്ളാഹുവിന്റെ തൃപ്തി നഷ്ടപ്പെടുത്തി ജനങ്ങളുടെ തൃപ്തി നേടുന്ന ആൾക്കാരുണ്ട്. അവിടെ ആ തൃപ്തിക്ക് യാതൊരുവിധ പരിഗണനയും നാളെ റബ്ബിന്റെ കോടതിയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദൂർത്ത് കണ്ടമാനം പൈസ എറിഞ്ഞുകൊണ്ട് ഫ്ലക്സ് ബോർഡുകളും അതേപോലെ തന്നെ തോരണങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി ദൂർത്ത് പരമാവധി എങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ആ രീതിയിലൊക്കെ പൈസ മുടക്കിക്കൊണ്ട് ദൂർത്ത് കാണിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ ജനസേവനമാണ് എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ജനസേവനം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തോ, അവനവന്റെ ആദർശം വിട്ട് കളിച്ചോ, അവനവന്റെ വസ്ത്രധാരണ ശൈലി മാറ്റിയിട്ടോ, ഇസ്ലാമിക കൽപ്പനകളിൽ നിന്ന് പുറകെ പോയിട്ടോ അല്ല, മറിച്ച് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജനസേവനം നടത്താൻ കഴിയും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. രാഷ്ട്രീയ മോശമാണ്, അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉദാഹരണമായിക്കൊണ്ട് ഇസ്ലാമിക ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല വർത്തമാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരുപാട് ആളുകളുടെ പേരുകൾ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. വക്കം മൗലവി, KM മൗലവി, മൊയ്ദ് മൗലവി, NV അബ്ദുസ്സലാം മൗലവി തുടങ്ങിയ മതപണ്ഡിതർ ആയിരിക്കെ തന്നെ സജീവ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു വേള പറഞ്ഞ ഉമറിന്റെ ഭരണമാണ് ഇവിടെ ആവശ്യം എന്ന് അവർക്ക് പറയാനുണ്ടായ കാരണം ധാർമ്മികതയിൽ ഊന്നിയ, നീതിയിൽ ഊന്നിയ ഒരു ജീവിതമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ആദർശത്തെ, നമ്മുടെ ധാർമ്മികതയെ, നമ്മുടെ മതചിട്ടയെ പണയം വെച്ചുകൊണ്ട് ഉള്ള ഒരു തൃപ്തിയല്ല നമുക്ക് വേണ്ടത്.
മറിച്ച് അതിൽ ഊന്നിക്കൊണ്ട് ജനസേവനം നടത്തുന്ന ആളുകളായിട്ടാണ് നമ്മൾ മാറേണ്ടത്. അതിന് കഴിയാത്തതാണ്, അല്ലെങ്കിൽ അതിനൊന്നും കഴിയില്ല, അങ്ങനത്തെ ഒരു ഇസ്ലാമിക രീതിയിലൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന ചിന്തയാണ് എങ്കിൽ അത് ബാലിശമാണ് എന്നേ പറയും, നിർവാഹമുള്ളൂ. കാരണം ഇസ്ലാം തുച്ഛമായിക്കൊണ്ട് അതിൻ്റെ സ്വത്വത്തെ വെളിവാക്കിയതും പ്രകടമാക്കിയതുമാണ്. അത് മുറുകെ പിടിച്ച് ജീവിക്കുക. അത്തരക്കാരിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കുകയും അവരെ ഞങ്ങളെ നാളെ എല്ലാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമെന്നത. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ, ഞങ്ങളുടെ സഹോദരങ്ങൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, ഒരുപാട് ആളുകൾ പ്രയാസം കൊണ്ട്, രോഗം കൊണ്ടുള്ള പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നാഥ. അവരുടെ ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ, അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ നാഥ. മുസ്ലിമായി ജീവിച്ചതിൻ്റെ പേരിൽ, ജനിച്ചതിൻ്റെ പേരിൽ സ്വന്തം വിശ്വാസത്തിൽ ആ വിശ്വാസം പാലിച്ച് ജീവിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ. നിസ്കരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ പോലെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരുടെ നാഥ. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ തീർത്തു കൊടുത്ത് അവരുടെ മനസ്സിൽ നിർഭയത്വവും സമാധാനവും നിറയ്ക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നീ നിർഭയത്വവും സമാധാനവും ചൊരിയണമേ നാഥ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف النفوس صرف نفوسنا على ملتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا رحمن.